ഇപ്പോൾ സ്വർണ്ണ വ്യാപാരി ജസ്റ്റിൻ പാലത്ര കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജസ്റ്റിൻ പാലത്ര, ഇപ്പോൾ സ്വർണ്ണ വിലയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വലിയൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു കുറവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 48 മണിക്കൂറിൽ സ്വർണ്ണത്തിന് 8000 രൂപയുടെ അടുത്തോളം കുറഞ്ഞിട്ടുണ്ട്. വില ഇനിയും കുറയുമെന്ന് തന്നെയാണ് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ കണക്കുകൂട്ടൽ? വില കുറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഉപഭോക്താക്കളെ സംബന്ധിച്ചോളം നമ്മൾ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത് ഇപ്പൊ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഇറാൻ US തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടതോടുകൂടി ഓയിലിന്റെ വില ഭയങ്കരമായിട്ട് താഴാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഡോളറിന്റെ വില വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന എന്താണ്? സ്വർണത്തിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് വിറ്റ് മാറ്റിക്കൊണ്ട് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് മാറിയിരിക്കുന്നു രാജ്യങ്ങളും ജനങ്ങളും. അപ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയും. അതുകൊണ്ടാണ് ഇപ്പം വില താൽക്കാലികമായി കുറഞ്ഞു നിൽക്കുന്നത്. കാരണം അത് കൂടാതെ തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് കൂട്ടും എന്നുള്ള ഒരു ധാരണയും കൂടെ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും സ്വർണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് മാറാനുള്ള സാധ്യതയും തൽക്കാലം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വില ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത്. ശരിയാണ്. ഇപ്പോൾ ഈ സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഖ്യാപനം അല്ലേ? ബജറ്റിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം തൃശ്ശൂരിനെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ സ്വർണ്ണാഭരണ ഇൻഡസ്ട്രിക്ക് ഒരു പുത്തൻ ഉണർവ് തന്നെയാണ് ഉണ്ടാകുക. മുൻപ് കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയ സ്വർണ്ണ നിർമ്മാതാക്കളെ തിരികെ കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കും. മറ്റൊരു രീതിയിലുള്ളൊരു ബിസിനസ് അല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരത്തെ തന്നെ ഇനി നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഞാന് പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ മുഖ്യമന്ത്രിയുമായി സംവാദം നടത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പല പ്രാവശ്യവും അസംബ്ലികളിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് സ്വർണ്ണ മേഖലയെ പറ്റിയാണ്. സ്വർണ്ണ മേഖലയിൽ നിന്ന് 5000 കോടി കിട്ടണം, 10000 കോടി കിട്ടണം, ഇപ്പോൾ 500 കോടിയേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ ഒരു പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായി. പക്ഷേ അത് എവിടെയൊക്കെയോ പറ്റിയ ചെറിയ പിഴവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിന് വ്യക്തമായി ആ 2001 മുതൽ 2026 വരെയുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ 5000 കോടി സ്വർണ്ണ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. 2022 വിവരാവകാശ നിയമം വഴി ഇനി ഞാൻ കൊടുത്ത അതിന് സ്വർണ്ണ മേഖലയ്ക്ക് കിട്ടിയ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടിയ മറുപടിയിൽ 2022 ഈ മേഖലയിൽ 1,06,016 കോടിയുടെ ടേൺ ഓവർ നടക്കുന്നുണ്ടെന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിരുന്നു. അന്ന് 3% ടാക്സ്. അപ്പോൾ സ്വാഭാവികമായും 3000 കോടി അന്ന് കിട്ടിയിട്ടുണ്ട്. 3218 രൂപയോളം കിട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായി എല്ലാ വർഷവും വ്യാപാരങ്ങൾക്ക് 15-20% വർധനം ഉണ്ടാകുന്നത് കണക്കാക്കിയാൽ ഇന്ന് ഏകദേശം 1.5 ലക്ഷം കോടിയുടെ ടേൺ ഓവർ ഉണ്ട്. ഇന്നും 3% ടാക്സ് ആണ്. അപ്പോൾ 5000 കോടി രൂപ ഇപ്പോൾ കിട്ടുന്നുണ്ട്. വ്യക്തമായ കണക്ക് ഞാൻ അവിടെ വെച്ച് അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ആക്ഷേപമില്ല. അപ്പൊ അതാണ് ബഡ്ജറ്റിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതിപാദിക്കാതിരുന്നത്. എങ്കിലും സ്വർണ്ണ മേഖലയ്ക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്ലോബൽ സ്വർണ്ണ ഹബ്ബ് തൃശ്ശൂരോ എറണാകുളത്തോ കൊണ്ടുവരാൻ വേണ്ടി 10 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. അത് തൊഴിലാളികൾക്ക് തൊഴിലവസരം കൊടുക്കാനും ടാക്സ് കേരളത്തിന് കൂടുതൽ കിട്ടാനുമുള്ള ഒരു പ്രവണത അതുകൊണ്ട് വർദ്ധിക്കും. അതുകൊണ്ട് അതിനെ 100% ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അത് നടത്താനുള്ള ഗവൺമെന്റിന്റെ കൈകോർത്തുകൊണ്ട് നടത്താൻ ഞങ്ങൾ സന്നദ്ധരാണെന്നുള്ള ഇതുകൂടി ഞാനിപ്പം പത്രക്കാരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും
തീർച്ചയായും. അപ്പോൾ ഒരു കാര്യം കൂടെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബജറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, അതായത് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒരുപാട് സ്വർണ്ണ നിർമ്മാതാക്കൾ പോയിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ തിരികെ കൊണ്ടുവരാനും അല്ലെങ്കിൽ കേരളത്തിലൊരു ജെം ആൻഡ് ജ്വല്ലറി പാർക്ക് വേണമെന്നത് ശരിക്കും വ്യാപാരികളുടെ ഒരു ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. സ്വാഭാവികമായും സ്വർണ്ണാഭരണ നിർമ്മാണം, വിതരണം എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് മാറാനും സാധ്യതയുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ വരുന്ന സ്വർണ്ണാഭരണങ്ങളിൽ ഒരു നല്ല പെർസെന്റേജും ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. സ്വാഭാവികമായി അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടാക്സ് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ നിർമ്മാണവും പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടാക്സ് ഇനത്തിലും വൻ വർധനവും നമുക്കുണ്ടാവും. അതാണ് ഏറ്റവും വലിയ കാരണം. അതുകൂടാതെ പരമ്പരാഗത തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുകയും ഗവൺമെന്റിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ടാക്സിൽ നിന്ന് വളരെ കൂടുതൽ ടാക്സ് ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വിശദമായ രൂപരേഖ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാരിന് സമർപ്പിച്ചതാണല്ലോ അല്ലെ? അപ്പോൾ അതെ, ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ വ്യവസായ മന്ത്രിയായിരുന്ന രാജീവൻ സാറിന്റെ അടുത്ത് പല പ്രാവശ്യവും നമ്മൾ ഈ പ്രപ്പോസൽ കൊടുത്തതാണ്. അന്നൊന്നും അത് നടന്നില്ല. തീർച്ചയായും. അപ്പോൾ ഈ നികുതി ചോർച്ച തടയുന്നതിനൊക്കെ വേണ്ടിയാണല്ലോ ഇപ്പോൾ ഈ ഒരു നികുതി ഇന്റലിജൻസ് വിങ് രൂപീകരിക്കാനുള്ള ബജറ്റ് തീരുമാനം. അതിനെയും വലിയ തരത്തിൽ സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ്. മറ്റൊന്ന്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നികുതികൾ മറ്റു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സ്ഥിതി പോലെ തന്നെയാണ്. നമ്മുടേതായ തനത് ഡിസൈനുകളുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ വിൽക്കാൻ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിർമ്മിച്ച് വിൽക്കുന്ന ഒരു രീതി വന്നാൽ സ്വാഭാവികമായും ആ ട്രെൻഡ് മറ്റുള്ളവരും ഏറ്റെടുക്കും. ആ സ്വർണം വാങ്ങാൻ അങ്ങ് വിദേശത്ത് നിന്ന് പോലും ആളുകൾ എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം വളരും. അതും കൂടുതൽ തൊഴിലും സാമ്പത്തികമായും നേട്ടം തന്നെ നൽകും അല്ലേ? തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ എല്ലാ രീതിയിലും അതുകൊണ്ട് നേട്ടം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ശരിയാണ്. അപ്പോൾ ഈ ഒരു ബജറ്റിലൂടെ മാത്രമല്ല, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ നിറവേറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണ്ണ ആഭരണ വ്യവസായത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒരു തരംബ് വരെ മാറ്റം വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? എങ്ങനെ? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള സർക്കാരിന്റെ സമീപനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങൾ അതാണ് പറഞ്ഞത്. ഈ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ VDC ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ സാറിന്റെ അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഭരണത്തിലുള്ള എല്ലാവരോടും ഞങ്ങള് വളരെയധികം നന്ദിയും ആശംസകളും അർപ്പിക്കുകയാണ്. കാരണം സ്വർണ്ണ മേഖലയ്ക്ക് ഒരു വലിയ സഹായമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് വളരെയധികം ചർച്ച ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാനാണ്. കാരണം അതുവഴി ഞാൻ പറഞ്ഞല്ലോ, പരമ്പരാഗത തൊഴിലാളികൾ ഇപ്പോൾ ഈ രംഗം വിട്ട് പെയിന്റ് പണിക്കും ഈ ചുമട്ടു തൊഴിലാളിയായിട്ടും മറ്റുള്ള മേഖലയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു നടപടിയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അത് നല്ലത് തന്നെ. മാത്രമല്ല, ഗവൺമെന്റിന് ഇപ്പം കിട്ടിയിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, 5000 കോടി ടാക്സ് കിട്ടുന്നെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ടാക്സ് ഇവിടെ തന്നെ കിട്ടുമ്പോൾ ആ ടാക്സിന്റെ വർധന ഇതിലും വളരെ കൂടുതലായിട്ട് കിട്ടും. അത് ഗവൺമെന്റിന് വലിയൊരു നേട്ടമാണ്. അദ്ദേഹം വളരെ പഠിച്ചു ചെയ്തിരിക്കുന്ന ഒരു പ്ലാനാണിത്. അതിനെ 100% ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഇങ്ങനെ വരുന്ന ഏത് പദ്ധതിയുമായും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സഹകരിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. തീർച്ചയായും. വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.